കുഞ്ഞിലേ തൊട്ട് എനിക്ക് പല ഇൻറ്റ്യൂഷൻസ് വഴി എനിക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു. നാട്ടുകാരും പല ആൾക്കാരും റിലേറ്റീവ്സിന്റെ ഇടയിൽ നിന്നൊക്കെ ഡയറക്ട്ലി പറഞ്ഞില്ലെങ്കിലും അവരിടയ്ക്ക് അപ്പൊ തന്നെ ഓൾറെഡി ഇത് അറിയായിരുന്നു. ഈ പറയുന്ന സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ വിദ്യ എന്ന് പറയുന്ന കുട്ടിയുണ്ടോ എന്ന് ഫുൾ അന്വേഷിച്ചു. അഡോപ്ഷൻ ചെയ്ത് വിടുന്ന പാരന്റ്സിന്റെ കയ്യിൽ എന്തായാലും ഈ കോട്ട് എന്നുള്ള ഓർഡർ കാണും. വീട്ടിൽ അമ്മയൊന്നും ഇല്ലായിരുന്ന സമയത്ത് വീട് മൊത്തം മരിച്ചു പറക്കി. അപ്പൊ എനിക്ക് ഈ കോട്ട് ഓർഡർ കിട്ടി. ഇപ്പോഴാണ് ഞാൻ അറിയുന്ന പേര് ദിവ്യശ്രീ നാക്കി എന്നുള്ളത്. ദിവ്യ ഇതൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് 4 വയസ്സായപ്പോ തന്നെ മൊത്തത്തിൽ അവര് ആരാന്നൊന്നും അറിയത്തില്ല, ഞെട്ടാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ആക്ച്വലി വി ആർ ട്വിൻസ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വന്നിട്ട് വല്ല റിലേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ കൂടെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ട്വിൻസ് ആണെന്നൊക്കെ പറയുമ്പോൾ പിന്നെ കുറച്ച് ടൈം എടുത്തു. പിന്നെ മനസ്സിലായി. ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നു. എനിക്കൊന്നും അറിയത്തില്ല ഇങ്ങനെ ഒരാളുണ്ടെന്നൊക്കെ. ഞാൻ ആളെന്നെ കോണ്ടാക്ട് ചെയ്തപ്പോൾ മാത്രമാണ് അറിയണത്. അപ്പൊ ഞാനായിരുന്നു കൂടുതൽ ക്യൂരിയസ് ആയിട്ട് ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ടിവിയിലും മീഡിയയിലൊക്കെ പോർട്രേ ചെയ്യുന്നേക്കാളും എൻറ്റയർലി ഡിഫറെന്റ് ആണ് റിയൽ ലൈഫിൽ. ഭയങ്കര ഷോക്ക് ആവുന്നു, ഭയങ്കര മെലോ ഡ്രാമ സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുന്നു, അങ്ങനത്തെയൊക്കെ ഭയങ്കര എല്ലാവർക്കും ഉള്ളൊരു ക്യൂരിയോസിറ്റി കാണും. പക്ഷെ നമ്മളായിട്ട് അങ്ങനെ പുറപ്പെട്ടു പോയി അത് അന്വേഷിക്കുന്ന ഒരു ലെവലിലൊന്നും വന്നിട്ടില്ല. നിങ്ങളുടെ സ്റ്റോറി അറിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഇത് സിനിമയാക്കണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു? എനിക്ക് ശരിക്കും ഉള്ളില് റിഗ്രറ്റ് ഉണ്ട് നിങ്ങളെ പറ്റി പറയാതിരിക്കുന്നത് കൊണ്ട്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എത്തിക്കാനുള്ള റീസൺ തന്നെ അതായിരുന്നു. അതെ, നമ്മളെ കണ്ടാൽ ഓക്കെ അഡോപ്റ്റ് ചെയ്യാം എന്നൊരാൾക്കെങ്കിലും തോന്നിയാൽ അത് മതി. ഹൈഡ് ചെയ്ത് വെക്കുന്ന കാര്യമില്ല. ഇങ്ങനെ പമ്മി പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എത്ര സ്നേഹം കൊടുത്ത് എങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താലും വലുതാവുമ്പം അവര് അവരുടെ പാരന്റ്സിനെ അന്വേഷിച്ച് പോകുന്നു. ഞാൻ അങ്ങനെ പോയില്ല എന്ന് എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. വെറും 3 മാസം പ്രായമുള്ളപ്പം ഒരു ഓർഫനേജിൽ വെച്ച് പിരിഞ്ഞ ഇരട്ട സഹോദരിമാർ 30 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടി. ആ സഹോദരിമാര് ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. വിജയലക്ഷ്മി, ദിവ്യശ്രീ. നമസ്കാരം. നമസ്കാരം. ഇപ്പൊ രണ്ടുപേരും എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. ഞാനൊരു കോളേജിൽ പഠിപ്പിക്കുന്നു. ഞാനത് ഫിലിമിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള സ്റ്റോറീസ് ഒക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ രണ്ടുപേര് ശരിക്കും കണ്ടുമുട്ടി എന്നുള്ള രീതിക്കുള്ള വാർത്തയും അല്ലെങ്കിൽ ഒരു ശരിക്കും അങ്ങനെ രണ്ട് ആൾക്കാരെ കാണുന്നത്. ഇതേ കാര്യം നിങ്ങളോട് പലരും പറയാറുണ്ടായിരിക്കും അല്ലെ? ഓഫ്കോഴ്സ് പറയാറുണ്ടായിരിക്കും. കണ്ടുമുട്ടലിൻ്റെതായിട്ടുള്ള ഒരു ജേർണി ആരാണ് തുടങ്ങിയത്, എപ്പോഴാണ് തുടങ്ങിയത്? ഞാനാണ് തുടങ്ങിയത്. ആക്ച്വലി ഇത് ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ അറിഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ട്വിൻ സിസ്റ്ററും കൂടി ഉണ്ടെന്ന്. പക്ഷെ ഇത് തുടങ്ങുന്നത് ഇപ്പം 2017 കാരണം 2017 ഞാൻ എറണാകുളത്തേക്ക് വരുന്നത്. ബാങ്കിൽ നിന്ന് പ്രൊമോഷനായിട്ട് എറണാകുളത്തേക്ക് വന്നപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. ആളിനെ കണ്ടുമുട്ടണം അതെ 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 ആഗ്രഹം. അറിയുമായിരുന്നോ എങ്ങനെയുണ്ടായിരുന്നു? അറിയില്ലായിരുന്നു. അപ്പം